In this class, we study about the site selection criteria of OTEC, Ocean Thermal Energy Conversion System. It is important to identify the factors that involved in selection of an island for OTEC and to establish an adequate criteria to select an optimum site for plant. The main factor to be considered are tropical climate, thinking about the average monthly temperature and average monthly surface water temperature both through the year, and it is important to know if there are severe storm like typhoons, tornadoes, monsoons and others. See, we need to see that an average monthly surface water temperature should be so എത്ര ആണ് ആവറേജ് മന്ത്ലി വാട്ടർ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്. അത് യൂഷ്വലി എത്ര ഒരു 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അങ്ങ് വ്യത്യാസം വേണ്ട അല്ലേ. ടോപ്പ് വാർം ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ ബോട്ടം ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അങ്ങ് വേണം. സോ ആവറേജ് മന്ത്ലി വാട്ടർ സർഫേസ് ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അതുമല്ല ഒരു ടൈഫൂൺസും ടൊർണാഡോസും മോൺസൂൺസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. വെച്ചാൽ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എല്ലാ സമയത്തൊന്നും ഈ OTEC പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. So and next one, the location and distance of shore to 1000 meters ocean depth. അപ്പോൾ ഒരു ഷോർ പറഞ്ഞാൽ കടൽ തീരത്തുനിന്ന് 1000 മീറ്റർ ഡെപ്ത്ത് വേണം നിങ്ങൾക്ക്. 1000 മീറ്റർ എന്ന് വെച്ചാൽ ഓഷൻ്റെ ഡെപ്ത്ത് 1000 മീറ്റർ വരെ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ ഷോറിൽ നിന്ന് ആ ഒരു 1000 മീറ്റർ ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷോറിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഞാനിപ്പം കാണിച്ചു തരാം. And you must see that ഇതിപ്പോൾ ഒരു ഷോറെന്ന് കരുതുക, ഒരു കടൽ തീരെന്ന് കരുതുക. ഇതിപ്പം പ്ലാന്റ്സ് ഉണ്ട്, കുറേ പ്ലാന്റ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് കരുതുക. സോ ഈ ഒരു കടൽ തീരത്തുനിന്ന് ഈ ഒരു 1000 മീറ്റർ ഇവിടെ ആയിരിക്കും 1000 മീറ്റർ കിട്ടുക. സോ ഇത് ചിലപ്പം ഡിസ്റ്റൻസ് എത്ര, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് വേണ്ടി വരും. 1 കിലോമീറ്റർ ഡിസ്റ്റൻസിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ 1000 മീറ്റർ ഡെപ്ത് ഉള്ളത് നിങ്ങൾക്ക് ഒരു ഷോർ ഇത് കിട്ടുന്നുള്ളൂ. അതായത് ഷോറിൽ നിന്ന് ഇതൊരു ഐലാൻഡാണ്, ഐലാൻഡ് ഷോറാണ്. ഷോർ പറഞ്ഞാൽ കടൽ തീരം. ഐലാൻഡ് ഷോറിൽ നിന്ന് നിങ്ങൾ 1000 മീറ്റർ ഡെപ്ത് വരെ കിട്ടുന്നത് വരെയില്ല, എത്ര മീറ്റർ കഴിഞ്ഞിട്ടാണ് 1000 മീറ്റർ ഡെപ്ത് കിട്ടുന്നത്. സോ എന്തിനാണ് 1000 മീറ്റർ ഡെപ്ത് വേണ്ടത്? സോ ഇവിടെയാണ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടാകത്തുള്ളൂ. 0.5 ഡിഗ്രി സെൻറ്റിഗ്രേഡും പിന്നെ ഇതിൻ്റെ ടോപ്പിലാണ് നിങ്ങൾക്ക് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡും കിട്ടുക. സോ 20 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസ് കിട്ടണമെങ്കിൽ മിനിമം 1000 മീറ്റർ അങ്ങ് നിങ്ങൾ ഡെപ്തിൽ ആ ഒരു പൈപ്പ് ഇൻസർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത്. അപ്പം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് കിട്ടുന്നത്. സോ അതന്നെ നമ്മൾ നോക്കേണ്ടത് എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ 1000 മീറ്റർ വരെയില്ല ഡെപ്ത് ഇല്ല ഓഷൻ്റെ ഇത് കിട്ടുന്നത്, അത് നോക്കണം. സോ അതും ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. And next one, the population is an important factor. Necessary to know that the area population, the number of inhabitants and the population of tourists through the years to study the supplies and demands. So population എത്ര ഉണ്ടെന്ന് കൂടെ നോക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കി, ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കി, നിങ്ങൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എത്ര നോക്കി, പിന്നെ 1000 മീറ്റർ ഡെപ്തിലുള്ള ഓഷൻ്റെ ഷോറിൽ നിന്ന് 1000 മീറ്റർ വരെ ഡെപ്ത് എത്ര വേണ്ടത്, ആ ഒരു ഡിസ്റ്റൻസ് എത്ര നമ്മൾ ആളെ നോക്കി. അത് വളരെ അടുത്താണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് സൂട്ടബിൾ സൈറ്റാണ്. വളരെ ദൂരം കിട്ടുമ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കിട്ടിയിട്ട് കാര്യമില്ല, അത്രയും ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക്
ഇതാവും, എന്താ പറയുക, ഇലക്ട്രിക്കൽ കേബിൾസ് അത്രയും നിങ്ങൾ ലേ ഔട്ട് ചെയ്യേണ്ടി വരും. സോ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് മോൺസൂണൊക്കെ വരുമ്പോൾ വളരെ ഇടിയും മിന്നലും ഭയങ്കര കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ ടൈഡ്സൊക്കെ വല്ലാണ്ട് മുകളിൽ പോകും. അപ്പോൾ അതൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതാണ്, കൂടുതൽ ഡിസ്റ്റൻസ് പാടില്ല, കുറച്ച് ഡിസ്റ്റൻസേ പാടുള്ളൂ. It is necessary to know the factors like shoreline construction, how densely is shoreline developed, in order to know that how expensive and available it is. അതായത് എത്രയും കൂടുതലോ നമുക്ക് ഡിസ്റ്റൻസ് പോകുന്നോ, എത്ര ഷോറിൽ നിന്ന് എത്ര കൂടുതൽ ഡിസ്റ്റൻസിലാണോ 1000 മീറ്റർ കിട്ടുന്നത് അത്രയും നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിരിക്കും. എത്ര അടുത്താണോ അത് കിട്ടുന്നത് അത്രയും എക്സ്പെൻസ് കുറയും. നെക്സ്റ്റ്, ദ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ടു സപ്പോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. The important data are large hotel construction in the area, local tourist infrastructure, local infrastructure for transport of product as fish, industrial products, water. So ഇതൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ ഈ ജനറേഷൻ ചെയ്യുന്ന അടുത്ത് തന്നെ നിങ്ങൾക്ക് ലോഡ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജനറേഷൻ ചെയ്ത് ഈ പവറിനെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് റവന്യൂ ആക്കി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ വെറുതെ ആ ജനറേറ്റ് ചെയ്ത പവറും ഇനിയും ഡിസ്റ്റൻസിൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ ലോസ് ഇനിയും കൂടും. പിന്നെ അത് ജനറേഷൻ ഒരു ഫീസിബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ, ദി പോപ്പുലേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നെസസിറ്റി ടു നോ ദി ഏരിയ ഓഫ് പോപ്പുലേഷൻ, നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസ്, പോപ്പുലേഷൻ ഓഫ് ടൂറിസ്റ്റ് ത്രൂ ഔട്ട് ദി ഇയേഴ്സ് ടു സ്റ്റഡി ദി സപ്ലൈസ് ആൻഡ് ഡിമാൻഡ്. സോ പോപ്പുലേഷനും കൂടെ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ, ദി ഇലക്ട്രിക്കൽ കപ്പാസിറ്റി ആൻഡ് എനർജി യൂസ് ഡാറ്റ ആർ ആസ് ഇലക്ട്രിസിറ്റി ജനറേഷൻ, power generation development plants, uses of diesel, hydro, nuclear, wind and others. The local capacity of local power grid and energy use in general have to be considered to study the possibility of OTC. So അവിടുത്തെ എനർജി യൂസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ എനർജി യൂസിനനുസരിച്ചിട്ട്, അതായത് പല രീതിയിലുള്ള എനർജി യൂസ് വരും. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ന്യൂക്ലിയർ, വിൻഡ് ഒക്കെ ഉണ്ടാവും. സോ അവിടെ നിങ്ങൾ ജനറേറ്റ് ചെയ്ത പവർ കൺസ്യൂമേഴ്സ് ഉണ്ടോ, കൺസ്യൂം ചെയ്യുന്നുണ്ടോ, അപ്പോൾ എത്ര എനർജിയാണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിവിടെ ജനറേറ്റിംഗ് പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ. സോ അതും കൂടെ വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ, ഫൈനലി, ടു സ്റ്റഡി ദി മാർക്കറ്റ് ആൻഡ് നീഡ്സ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ പോയിൻറ്റ്സ് ആസ് എ പ്രസൻറ്റ് സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ. സോ ഇൻ കേസ് നമുക്ക് ഒരു അല്ല റിമോട്ട് ഐലൻഡിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓപ്പൺ സൈക്കിൾ OTC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രഷ് വാട്ടർ കിട്ടും, ഇലക്ട്രിസിറ്റിയും കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അത് നല്ലതാണ്, അതിപ്പോൾ അത്യാവശ്യമാണ്. സോ ദാറ്റ് യു ക്യാൻ സെലക്ട്. സോ ആ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ അത്യാവശ്യമാണോ, ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇത്രയും കോസ്റ്റ് മുടക്കിയിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ OTC പ്ലാന്റ് നിങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമാണോ എന്നുള്ളതാണ്. ഫ്രഷ് വാട്ടർ, ദി ലോക്കൽ മാർക്കറ്റ് ഫോർ ഫ്രഷ് വാട്ടർ. ലോക്കൽ മാർക്കറ്റ് ഫോർ ഫ്രഷ് വാട്ടർ എന്ന് വെച്ചാൽ എത്ര വോള്യമാണ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നുണ്ടോ. ദി ലോക്കൽ മാർക്കറ്റ് ഫോർ ഫിഷ്, മറൈൻ ലൈഫ് പ്രൊഡക്ട്സ് എക്സെട്ര. And the industrial, the local agriculture, aquaculture, the needs for air conditioning, water and products for people. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ. സോ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നോർമലി ഒരു OTC പ്ലാന്റ് വെക്കണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ ഇത് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലൈമറ്റാണോ, ക്ലൈമറ്റ് സെലക്ട് ചെയ്യണം. ക്ലൈമറ്റിൽ മോൺസൂൺ ആണോ, തണ്ടർ സ്റ്റോം ആണോ, അങ്ങനെ എന്തെങ്കിലുള്ള സ്ഥലമാണോ ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ആവറേജ് മന്ത്ലി സർഫേസ് വാട്ടർ ടെമ്പറേച്ചർ അത് എത്രയാണെന്ന് നോക്കണം. അത് നമുക്ക് അവിടെ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മിനിമം കിട്ടണം. പിന്നെ മൂന്നാമതെന്ന് വെച്ചാൽ അതിൻ്റെ 1000 മീറ്റർ ഡെപ്ത്ത്, ഷോറിൽ നിന്ന് 1000 മീറ്റർ ഡെപ്ത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ നോക്കണം. അത് ഡിസ്റ്റൻസ് കൂടുന്നത്രയും നിങ്ങൾക്ക് കോസ്റ്റ് കൂടും, ആ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കൂടും. ഡിസ്റ്റൻസ് കുറയുന്നത്രയും ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കുറയും. പിന്നെ മൂന്നാമത് എത്ര ഡെൻസിലി ആണ് പോപ്പുലേറ്റഡ് ആണ്, ഹൗ ഡെൻസിലി ഈസ് ദി പോപ്പുലേഷൻ നോക്കണം. സോ ദി നെക്സ്റ്റ് വൺ, ദി പൊളിറ്റിക്കൽ ക്ലൈമറ്റ് സോ സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. സോ പിന്നെ വെച്ചാൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പവർ കൺസ്യൂം ചെയ്യാൻ കൺസ്യൂമേഴ്സ് ഉണ്ടോ അവിടെ, പിന്നെ വേറെ ഏതൊക്കെ തരത്തിലുള്ള, അതാണ് ഇമ്പോർട്ടൻറ്റ്. പോപ്പുലേഷൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ, ഇലക്ട്രിക്കൽ കപ്പാസിറ്റി. അവിടുത്തെ ഇലക്ട്രിക്കൽ കപ്പാസിറ്റി എത്ര വേണ്ടേ. ഇപ്പം പിന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഒരു ഫ്രഷ് വാട്ടറാണ് നിങ്ങൾ
ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ OTC ആണ്, ഓപ്പൺ സൈക്കിൾ OTC ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓപ്പൺ സൈക്കിൾ OTC ആകുമ്പോൾ അതിൽ ഫ്രഷ് വാട്ടർ നിങ്ങൾക്ക് കിട്ടും. ആ ഫ്രഷ് വാട്ടറിനെ കൊണ്ട് നിങ്ങൾക്ക് വിറ്റിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ, അതും കൂടെ ഇവിടെ നോക്കേണ്ട ആവശ്യമാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു വോളിയം ആൻഡ് കോസ്റ്റ് ഡിമാൻഡ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ ക്രൈറ്റീരിയ നോക്കേണ്ടത്. ഇനി നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് OTC സിസ്റ്റംസ് നോക്കാം. So advantages is eco-friendly. First one is eco-friendly, and second minimum maintenance cost compared to other power production plants. Provides air conditioning to building within the OTC plants. So air condition ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഒരു AC വേണം പ്രൊവൈഡ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ഡെൻസ് വാട്ടർ, ഇതിപ്പോൾ ഈ കണ്ടൻസർ ഇല്ലേ, കണ്ടൻസർ 1000 മീറ്ററിൽ നിന്നാണ് എത്ര ഒരു 7 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വാട്ടർ പമ്പ് ചെയ്തെടുക്കുന്നത്. ആ പമ്പ് ചെയ്തെടുക്കുമ്പോൾ ആ വാട്ടർ തന്നെ കുറച്ച് ഒരു 1000 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതൊരു എയർ കണ്ടീഷനിങ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ വാട്ടർ സർക്കുലേറ്റ് ചെയ്തിട്ട് അത് എയർ കണ്ടീഷനിങ് അത് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ അത് അതേ വാട്ടർ 1000 മീറ്റർ ഡെപ്തിലേക്ക് ഇട്ടാൽ മതി. സോ ഇത് വേണമെങ്കിൽ നമുക്ക് എയർ കണ്ടീഷനിങ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഫ്രഷ് വാട്ടർ. First byproduct is fresh water. A small 1 megawatt OTC capable of producing 4500 cubic meters of fresh water per day. 4500 cubic meters of fresh water ആണ്. അതായത് 4.5 ടാങ്ക് വെള്ളം, നിങ്ങൾ ദിവസം അടിക്കുന്ന 4.5 ടാങ്ക് വെള്ളം 1 മെഗാവാട്ട് OTC നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഒരു ദിവസം. അതായത് 5 വീട്ടുകാർക്ക് വേണ്ടുന്ന വെള്ളം ഒരു മെഗാവാട്ട് OTC പവർ പ്ലാന്റ് അത് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഡേ യങ് ടു സപ്ലൈ എ പോപ്പുലേഷൻ ഓഫ് 20,000 വിത്ത് ഫ്രഷ് വാട്ടർ. സോ നിങ്ങൾക്ക് വെറും വാട്ടർ ഫ്രഷ് വാട്ടറിൻ്റെ കൺസംഷൻ മാത്രമാണെങ്കിൽ 20,000 പോപ്പുലേഷൻ 20,000 പോപ്പുലേഷന് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓപ്പൺ സൈക്കിൾ OTC സിസ്റ്റം ക്യാൻ പ്രൊഡ്യൂസ് ഡീസാലിനേറ്റഡ് വാട്ടർ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ തേർഡ് വേൾഡ് കൺട്രീസ്. തേർഡ് വേൾഡ് കൺട്രീസ് പറഞ്ഞാൽ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, അങ്ങനെ പറഞ്ഞ പല കൺട്രി തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയും. ആൻഡ് ദ ചിൽഡ് സോയിൽ അഗ്രികൾച്ചർ കോൾഡ് സീ വാട്ടർ ഫ്ലോയിങ് ത്രൂ ദി അണ്ടർഗ്രൗണ്ട് പൈപ്സ് chills the surrounding soil, thereby allowing many plants evolve in a temperature to be grown in subtropics due to temperature difference in the plant's roots in cool soil and plants lives in warm soil. സോ ഇത് ചിൽഡ് വാട്ടർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ആ ചിൽഡ് വാട്ടറിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ആ അക്വാറ്റിക്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഫിഷ്, അങ്ങനെ പല പല ഓർഗാനിസം വളരെ കോൾഡായിട്ടുള്ള വാട്ടറിലാണ് അത് ഗ്രോ ചെയ്യുക. അത് വേണമെങ്കിൽ ഇവിടെ ഗ്രോ ചെയ്യാമെന്ന് പറയും. പിന്നെ വേറൊരു മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മിനറൽ എക്സ്ട്രാക്ഷൻ. OTC helps in mining ocean water for 57 trace elements. Most economic analysis have suggested that the mining the ocean for trace elements would be unprofitable as so much energy is required to pump the large amount of water. സോ ഈ OTC നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഒരു 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വാട്ടർ നിങ്ങൾ പമ്പ് ചെയ്തെടുക്കുന്നില്ലേ കണ്ടൻസർ വേണ്ടിയിട്ട്. സോ അതേ വാട്ടർ ആ വാട്ടർ നിങ്ങൾക്ക് പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനറൽസ് അണ്ടർഗ്രൗണ്ട് വാട്ടർ നിങ്ങൾക്ക് കിട്ടും. സോ അത് വേണമെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. സോ പക്ഷേ അതെന്താ വെച്ചാൽ അതൊരു അൺഎക്കണോമിക്കലാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജ്. The OTC produced electricity at present would cost more than electricity generated from fossil fuels at their current cost. So അതാണ് ഇപ്പം ഇത് ഫോസിൽ ഫ്യൂൾസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റിനെക്കാട്ടിയും കൂടുതൽ OTC ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു യൂണിറ്റ് പവർ ഇതിന്ന് ജനറേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 15 രൂപ വരെ വേണ്ടി വരും, 15 റുപ്പീസ് വേണം. ബട്ട് ഒരു ഫൊസിൽ ഫ്യൂൾസ് നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിറ്റ് പവർ ജനറേറ്റ് ചെയ്യാൻ ഒരു 4-5 രൂപ ധാരാളമായിരിക്കും. അതായത് ഒരു യൂണിറ്റ് പവർ ജനറേറ്റ് ചെയ്യാൻ ഇതിന് ഫൊസിൽ ഫ്യൂൾസിന് ഒരു യൂണിറ്റ് പവർ നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ട് 4 തൊട്ട് 5 രൂപയൊക്കെ വേണം നമുക്ക് സെൻഡ് ചെയ്യാം. പക്ഷേ OTC നമുക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് പവർ ജനറേറ്റ് ചെയ്യാൻ തന്നെ ഒരു 5, 6, 8 രൂപ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ അത് 10 രൂപയൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അപ്പം ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ചെയ്യും. പിന്നെ OTC plants must be located where a temperature difference of 20 degrees centigrade occur year around. Ocean depth must be available fairly to
പിന്നെ നെക്സ്റ്റ് വെച്ചാൽ OTC plants must be located where a difference of 20 degree occurs in the year round and ocean depth must be available fairly close to the shore based facilities for economic. അപ്പം ഇത് 20°C ഡിഫറൻസ് അങ്ങ് മിനിമം വേണം. അത് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്, പിന്നെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു കമ്പനീസും ഇതിനെ ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം ആകെ ഉള്ളത് ലോകത്തേക്ക് ഒരു ഹവായ് ഐലൻഡിൽ ഒരു OTC പവർ പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കമ്പനീസും ഇതിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഇതൊക്കെ നിങ്ങൾ പഠിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി അടുത്തുള്ള ക്ലാസ് ഞാൻ ഹൈബ്രിഡ് OTC എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഓഫ് ഷോർ OTC എന്താണ്, ഓൺ ഷോർ OTC എന്താണെന്ന് പറയാം. ഓക്കെ, ബൈ.